നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത. നിങ്ങൾ പലതരത്തിലുള്ള ഡയറ്റിന്റെ ഭാഗമായിട്ടും അതേപോലെ തന്നെ നിങ്ങളുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും എല്ലാ ദിവസവും ജ്യൂസ് കുടിക്കുന്ന ഒരാളാണ്. എന്നാൽ ഇതിന്റെ പിന്നിൽ ചെറിയൊരു അപകടം ഒളിഞ്ഞിരിക്കുന്നത്. അതെന്താ നോക്കാം. അതിൽ ഒന്നാമത്തേത്, ഒരു പഴം ജ്യൂസ് അടിച്ച് കുടിക്കുന്ന സമയത്ത് ഇതിലടങ്ങിയിരിക്കുന്ന ഇൻസുലബിൾ ഫൈബേഴ്സ് എന്ന ഫൈബർ പൂർണ്ണമായും നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഫൈബറിന്റെ സഹായത്തോടെയാണ് ഈ ജ്യൂസിൽ അടങ്ങിയത്, ഈ പഴങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഫ്രക്ടോസ് സാവധാനം മാത്രം നമ്മുടെ ബോഡിയിലോട്ട് അബ്സോർബ് ആവുന്നത്. എന്നാൽ ജ്യൂസ് കുടിക്കുന്ന സമയത്ത് ഫൈബർ ഇല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് പഞ്ചസാരയുടെ അളവ് നമ്മുടെ രക്തത്തിനകത്ത് കൂടുകയും പെട്ടെന്ന് ഒരു ബ്ലഡ് ഷുഗർ സ്പൈക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്കൊരു ജ്യൂസ് അടിക്കുന്ന സമയത്ത്, ഇപ്പോൾ ഒരു ഓറഞ്ച് ജ്യൂസോ ആപ്പിൾ ജ്യൂസോ അടിക്കുന്ന സമയത്ത് നമുക്ക് മിനിമം ഒരു 3-4 ഓറഞ്ച് നമുക്ക് ആവശ്യമാണ്. എന്നാൽ നമ്മൾ ഓറഞ്ചോ ആപ്പിളോ കഴിക്കുന്ന സമയത്ത് ഈ ഒരുമിച്ച് 3-4 ആപ്പിൾ നമ്മൾ കഴിക്കാറില്ല. എന്നാൽ ഈ ജ്യൂസ് അടിച്ചു കുടിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളുടെ ബോഡിയിലോട്ട് ഒരു ഷുഗറിന്റെ, അതായത് ഫ്രക്ടോസിന്റെ അളവ് പെട്ടെന്ന് കൂടുകയും നമ്മളുടെ കരളിന് ഓവർലോഡ് ആവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വിസറൽ ഫാറ്റ്, ബെല്ലി ഫാറ്റ് കൂടാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ തന്നെ ജ്യൂസ് കുടിക്കുന്ന സമയത്ത് ഇതിനകത്ത് ഫൈബർ ഇല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ദഹനം നടക്കുകയും നമുക്ക് പിന്നീട് കൂടുതൽ വിശപ്പ് ഉണ്ടാവുകയും കൂടുതൽ ഭക്ഷണം കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് മാക്സിമം അരിച്ചെടുക്കാതെ അതുപോലെ തന്നെ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കും. ഇത് ഒരു പരിധി വരെ നമുക്ക് അതിനകത്തുള്ള ഫൈബർ നമ്മുടെ ബോഡിയിലോട്ട് എത്താനായിട്ട് സഹായിക്കും.